പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച അദ്ദേഹത്തിൻ്റെ അനുചരന്മാർ, അവരെ നമ്മൾ സ്വഹാബികൾ എന്നാണ് വിളിക്കാറുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനും അദ്ദേഹത്തിൻ്റെ പ്രബോധനം കേൾക്കാനും ഭാഗ്യം സിദ്ധിച്ച ആളുകളെയാണ് സ്വഹാബികൾ എന്ന് നമ്മൾ പറയാറുള്ളത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പരിശുദ്ധ ദീനിൽ ആദ്യമായി അണിനിരന്നു എന്നതുകൊണ്ട് തന്നെ അവർക്ക് പ്രത്യേകമായ പദവിയും അംഗീകാരവും ഈ മതത്തിലുണ്ട്. അവരെക്കുറിച്ച് ഖുർആൻ തന്നെ ആ രൂപത്തിൽ പുകഴ്ത്തി പറഞ്ഞിട്ടുമുണ്ട്. വസ്സാബിഖൂന അസ്സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ ഫി ജന്നാത്തിൻ നഈം. നന്മയിൽ മുൻകടന്നിട്ടുള്ളവർ അവർ മുൻകടന്നവർ തന്നെയാണ്. അവർ നന്മകൾ ചെയ്ത് അവരുടെ ജീവിതത്തിൽ ഒരുപാട് ദൂരം മുമ്പേ ഗമിച്ചിട്ടുണ്ട്. അങ്ങനെ മുമ്പേ പോയിട്ടുള്ളവർ അവർ നമ്മുടെ മുൻഗാമികൾ, മുൻപേ പോയിട്ടുള്ളവരാണ്. ഉലൈകൽ മുഖറബൂൻ, അവർ അള്ളാഹുവിലേക്ക് സാമീപ്യം സിദ്ധിച്ചവരാണ്, ദൈവത്തിലേക്ക് കൂടുതൽ അടുത്തിട്ടുള്ള ആളുകളാണവർ. ഫി ജന്നാത്തിൻ നഈം, അനുഗ്രഹങ്ങളുടെ സ്വർഗത്തോപ്പുകൾ അവർക്കാണ് ഉള്ളത്. ആ തോപ്പുകളുടെ ഉടമസ്ഥരാണവർ. മരണാനന്തരം ശാശ്വതമായി കൈവരുന്ന വിജയത്തിൻ്റെ പങ്കാളികളാണവർ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു വെക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം അള്ളാഹുവിൻ്റെ പ്രവാചകൻ കൊണ്ടുവന്ന ദീനിനെ സ്വീകരിക്കുക എന്നതോടൊപ്പം തന്നെ അതിനെ പ്രാവർത്തികമാക്കി കാണിക്കുന്ന പ്രഥമ സമൂഹമായി തീരുക എന്നതിൽ കൂടി ഒരു മാതൃകയാക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അതൊരു ചെറിയ കാര്യമല്ല. ലോകത്ത് പല പ്രത്യയശാസ്ത്രങ്ങളും പലതരത്തിലുള്ള കാഴ്ചപ്പാടുകളും ഉണ്ടായി വന്നിട്ടുള്ളതിനെ അത് കൊണ്ടുവന്ന ആളിൻ്റെ ജീവിതകാലത്ത് തന്നെ പ്രാവർത്തികമാക്കാൻ കഴിയാതെ പോയിട്ടുണ്ട്. ചില പ്രത്യയശാസ്ത്രങ്ങളൊക്കെ അത് കൊണ്ടുവന്ന ആളിൻ്റെ ജീവിതകാലത്ത് തന്നെ തകർന്നടിഞ്ഞതായി നമുക്ക് ചരിത്രത്തിൽ കാണാം. എന്നാൽ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാത്രം പ്രത്യേകത, ചരിത്രത്തിൽ അങ്ങനെ ഒരേ ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അദ്ദേഹം ഏതൊരാദർശമാണോ ഈ ലോകത്തോട് പഠിപ്പിച്ചത് അത് പ്രാവർത്തികമാക്കിയ ഒരു സമൂഹത്തെ സൃഷ്ടിച്ച് ഈ ലോകത്തു നിന്ന് കടന്നു പോകാൻ അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹത്തിൻ്റെ മദീന എന്ന സാമ്രാജ്യം ഖുർആൻ വിഭാവനം ചെയ്യുന്ന ഒരു ജനസമൂഹം ഉൾക്കൊള്ളുന്നതായിരുന്നു. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ജീവിത മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മനുഷ്യ സമൂഹമായിരുന്നു അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്നത്. ഇത് അദ്ദേഹത്തിന് മാത്രം അവകാശപ്പെടാനുള്ളതാണ്. അതിന് സാധ്യമായത് അദ്ദേഹത്തിൻ്റെ അനുചരന്മാർ അദ്ദേഹം കൊണ്ടുവന്ന ആശയത്തെ അങ്ങനെ സ്വീകരിച്ചു എന്നതുകൊണ്ട് കൂടിയാണ്. അതുകൊണ്ട് അവരുടെ ജീവിതം പിൻഗാമികളായ ഓരോരുത്തർക്കും മാതൃക ഉള്ളതാണ്. അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളേണ്ടതാണ്. നിരവധി സ്വഹാബിമാരെക്കുറിച്ച് ചരിത്രത്തിൽ നമുക്ക് കാണാം. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ, അവരെ ചരിത്രം പ്രത്യേകമായി പ്രതിപാദിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, പ്രവാചകൻ്റെ ഭാര്യമാർ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മാതാക്കളാണ്. അത്തരത്തിൽ നമ്മുടെ മാതാവായ ഒരാൾ കൂടിയാണ് റംല ബിൻത്ത് അബൂ സുഫിയാൻ എന്നറിയപ്പെടുന്ന ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ. അബൂ സുഫിയാൻ ഇബ്നു ഹർബ് പ്രവാചകൻ്റെ ഇസ്ലാമിക പ്രബോധനത്തിനെതിരെ കഠിനമായ നിലപാട് സ്വീകരിച്ചൊരു വ്യക്തിയായിരുന്നു. ബദർ യുദ്ധത്തിന് ശേഷം ശത്രുക്കളുടെ നേതൃത്വത്തിലേക്ക് കടന്നു വന്ന ഒരാൾ കൂടിയായിരുന്നു അബൂ സുഫിയാൻ. അബൂ സുഫിയാൻ്റെ യഥാർത്ഥത്തിലുള്ള പേര് സഹറ എന്നാണ്. സഹർ എന്ന് പറഞ്ഞാൽ പാറ എന്നൊക്കെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. സഹർ ഇബ്നു ഹർബ്, യുദ്ധത്തിൻ്റെ മകനായ പാറ എന്ന് നമുക്ക് പറയാം. യഥാർത്ഥ പേരതാണ്. അദ്ദേഹം ഖുറൈശികളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. അതുമാത്രമല്ല, ഖുറൈശ് ഗോത്രത്തിലെ നിരവധി കുടുംബങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കുടുംബമാണ് ബനു ഉമയ്യ. ആ കുടുംബത്തിൽ നിന്നുള്ള ഒരു അംഗമാണ് അബൂ സുഫിയാൻ. ബനു ഹാഷിം, ബനു ഉമയ്യ, ബനു മഖ്സൂം, ഇതൊക്കെ ഖുറൈശികളിലെ പ്രധാനപ്പെട്ട കുടുംബങ്ങളാണ്. ബനു ഹാഷിം കുടുംബത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നത്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്.
ബനു മഖ്സൂം കുടുംബത്തിൽപ്പെട്ടയാളാണ് അബൂജഹൽ. ഫിറഔൻ, ഈ ഉമ്മത്തിൻ്റെ ഫിറഔൻ എന്നറിയപ്പെടുന്ന, പ്രവാചക സമൂഹത്തിലെ ഫിറഔൻ എന്നറിയപ്പെടുന്ന അബൂജഹൽ ബനു മഖ്സൂം ഗോത്രക്കാരനാണ്. വലീദ് ബിൻ മുഗീറ, ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു അവരൊക്കെ ബനു മഖ്സൂം ഗോത്രക്കാരാണ്. ഉമ്മയ്യത്ത് ബിൻ ഖലഫ്, ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹുവിനെ ശാരീരികമായി പീഡിപ്പിച്ച ഉമ്മയ്യത്ത് ബിൻ ഖലഫ് ഒക്കെ ബനു മഖ്സൂം ഗോത്രക്കാരാണ്. ബനു ഉമയ്യ ഗോത്രം മക്കയിലെ വളരെ പ്രൗഢമായൊരു കുടുംബമാണ്. അവർ പിന്നീട് ഖിലാഫത്തുർ റാഷിദ 4 ഖലീഫമാർക്ക് ശേഷം ഇസ്ലാമിക ഭരണത്തിൻ്റെ അധിപന്മാരായി കടന്നു വരുന്നൊരു കുടുംബം കൂടിയാണ്. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്തിന് ശേഷം പിന്നെ ഖിലാഫത്തിൽ വരുന്നത് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ മുആവിയ റളിയല്ലാഹു അൻഹു ആണല്ലോ. ആ കുടുംബം അവർ ഉമയ്യ ഭരണകൂടം എന്നാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. ആ കുടുംബത്തിൽപ്പെട്ട അബൂ സുഫിയാൻ ബിൻ ഹർബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകളാണ് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ. റംല എന്നാണ് അവരുടെ പേര്. അവർ ഇസ്ലാം സ്വീകരിക്കുമ്പോൾ അവരുടെ പിതാവോ അവരുടെ സഹോദരന്മാരോ ഈ മതം സ്വീകരിച്ചിട്ടില്ല. അവരുടെ ഉമ്മ സഫിയ ബിൻത്ത് ആസ് എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. സഫിയ ബിൻത്ത് ആസ് എന്ന് പറഞ്ഞാൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അമ്മായിയാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ബനു ഉമയ്യ ഗോത്രക്കാരനാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉപ്പ അഫ്ഫാൻ ഇബ്ൻ ആസ്, ആ ആസിൻ്റെ മകളാണ് സഫിയ. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അമ്മായിയാണ് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയുടെ ഉമ്മ. അബൂ സുഫിയാൻ്റെ ഭാര്യമാരിൽ ഒരു ഭാര്യ അതാണ്. മറ്റൊരു ഭാര്യയെ നമുക്കറിയാം, ഹിന്ദ് ബിൻത്ത് ഉത്തുബ, ഉത്തുബയുടെ മകൾ റളിയല്ലാഹു അൻഹ പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു. ഹിന്ദ് റളിയല്ലാഹു അൻഹ അവർ ഉഹദ് യുദ്ധത്തിൽ വെച്ച് ഹംസ റളിയല്ലാഹു അൻഹുവിനെ ചാട്ടുളി എറിഞ്ഞു വീഴ്ത്താൻ വഹ്ശി റളിയല്ലാഹു അൻഹുവിന് പണം നൽകി. ചാട്ടുളി എറിഞ്ഞ് ഹംസ റളിയല്ലാഹു അൻഹയെ വീഴ്ത്തിയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ശരീരം വികൃതമാക്കുകയും കരൾ ചവച്ചരച്ച് തുപ്പുകയും ചെയ്തു എന്നൊക്കെ നമ്മൾ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ട്. ആ കുടുംബത്തിൽപ്പെട്ട ഒരാളാണ് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ. ഉപ്പയും ഉമ്മയും സഹോദരന്മാരും ആരും ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. പക്ഷെ അവർ തുടക്കത്തിൽ തന്നെ ഈ മതം സ്വീകരിച്ചവരായിരുന്നു. അവരുടെ ഭർത്താവാണ് അതിന് കാരണം. അവർ വിവാഹം ചെയ്തിട്ടുണ്ടായിരുന്നത് ഉബൈദുല്ല ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹുവിനെയാണ്. ഉബൈദുല്ല ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു റസൂലിൻ്റെ മറ്റൊരു കസിനാണ്. റസൂലിൻ്റെ അമ്മായി ഉമാമ ബിൻത്ത് അബ്ദുൽ മുത്തലിബ് എന്നിവരുടെ മകൻ ആണ് ഉബൈദുല്ല ബിൻ ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു. ആ കുടുംബത്തിൽ എല്ലാവരും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അവരുടെ തന്നെ സഹോദരിയാണ് സൈനബ് ബിൻത്ത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ. ഉമ്മഹാത്തുൽ മുഅ്മിനീനിൽപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഭാര്യയാണ്. സൂറ അഹ്സാബിൽ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചൊക്കെ പറയുന്ന ആ ഭാഗത്തിൽ സെയ്ദ് റളിയല്ലാഹു അൻഹു തലാഖ് ചെയ്ത് പിന്നീട് പ്രവാചകൻ വിവാഹം ചെയ്യുന്ന സൈനബ് ബിൻത്ത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ ഈ ഉബൈദുല്ല ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരിയാണ്. അതുപോലെ അബ്ദുല്ല ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയ സന്ധിക്ക് ശേഷം ഇസ്ലാമിൻ്റെ വ്യാപനത്തിന് വേണ്ടി പല ഭാഗങ്ങളിലേക്കും കത്തുകൾ അയക്കുകയുണ്ടായി. അങ്ങനെ ഒരു രാജാവിന് കത്ത് കൊണ്ടു കൊടുത്തൊരു മനുഷ്യനാണ് അബ്ദുല്ല ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു. അതിൻ്റെ പേരിൽ അദ്ദേഹം ശാരീരികമായി പീഡിപ്പിക്കപ്പെട്ടതൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ കുടുംബത്തിലെ തന്നെ മറ്റൊരംഗമാണ് ഹംന ബിൻത്ത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ. അവരെ പറ്റിയും ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ടാകും. മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയാണ് അവർ, ഹംന ബിൻത്ത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ. അപ്പോൾ ആ ഉബൈദുല്ല ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹുവാണ് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കുന്നത്. അദ്ദേഹം ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ വിഗ്രഹാരാധനയെല്ലാം ഉപേക്ഷിച്ച് ഹനീഫുകളായി ജീവിച്ച കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു. ഏകദൈവ ആരാധനയിൽ മുഴുകി ഇബ്രാഹിം മില്ലത്തിൽ നിലകൊണ്ടിരുന്ന ചില വ്യക്തികൾ ജാഹിലിയ കാലഘട്ടത്തിലുണ്ടായിരുന്നു. അവരിൽ ചില ആളുകളെയൊക്കെ നിങ്ങൾക്കറിയാം. വറഖത്ത് ബിൻ നൗഫൽ അത്തരത്തിലൊരാളാണ്. അതുപോലെ സഈദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉപ്പ സെയ്ദ് ബിൻ അംർ ഇബ്നു നുഫൈൽ എന്ന് പറയുന്ന മനുഷ്യൻ അങ്ങനെ ഹനീഫുകളിൽപ്പെട്ട ഒരാളാണ്. ആ ഹനീഫിൽപ്പെട്ട ഒരാളാണ് ഉബൈദുല്ല ഇബ്നു ജഹ്ഷും. വിഗ്രഹാരാധനയെല്ലാം ഒഴിവാക്കി ക്രിസ്തുമതം സ്വീകരിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോഴാണ് പ്രവാചകൻ ഇസ്ലാമിക പ്രബോധനം ആരംഭിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം
അത് കേട്ട് അത് സ്വീകരിച്ച് ഈ മതത്തിലേക്ക് അദ്ദേഹം കടന്നു വന്നു. അദ്ദേഹം വന്ന ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയും ഈ ദീനിലേക്ക് വരികയുണ്ടായി. ഈ ദമ്പതിമാർ ആദ്യ ഹിജറയിൽ പങ്കെടുത്തവരാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ 3 ഹിജറകൾ നമുക്ക് കാണാൻ സാധിക്കും. 2 ഹിജറ അബ്സീനിയയിലേക്കാണ്, 1 മദീനയിലേക്കും. ഈ 3 ഹിജറയിൽ 2 ഹിജറ പോയവരാണ് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ. അവർ അബ്സീനിയയിലേക്ക് ഭർത്താവിനോടൊപ്പം ഉബൈദുല്ല ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പമാണ് ഉംറ പോകുന്നത്. എന്നാൽ അബ്സീനിയ ജീവിതം എന്ന് പറഞ്ഞാൽ സങ്കടകരമായ ഒരു ജീവിതമാണ്. അവർ അബ്സീനിയയിലെത്തി കുറച്ചു കാലം കഴിയുമ്പം തന്നെ ഉബൈദുല്ല ഇബ്നു ജഹ്ഷ് ഇസ്ലാമിൽ നിന്ന് ക്രിസ്തു മതത്തിലേക്ക് തിരിച്ചു പോകും. വിഗ്രഹാരാധന ഉപേക്ഷിച്ച് ക്രിസ്തു മതം സ്വീകരിച്ച് പ്രവാചകൻ വന്നപ്പോൾ ഇസ്ലാമിലേക്ക് വന്നു. പിന്നീട് അബ്സീനിയയിലെത്തിയപ്പോൾ വീണ്ടും അദ്ദേഹം ക്രിസ്തു മതത്തിലേക്ക് തന്നെ മടങ്ങിപ്പോയി. എന്നാൽ അള്ളാഹുവിനെ നിഷേധിക്കുകയോ കളവാക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് ചരിത്രകാരന്മാരൊക്കെ പറയുന്നത്. അദ്ദേഹം ക്രിസ്തുമതം സ്വീകരിക്കാനുണ്ടായിരുന്ന കാരണമായി പറയുന്നത് മദ്യപാനം ഉപേക്ഷിക്കാൻ അദ്ദേഹത്തിന് സാധ്യമായിരുന്നില്ല എന്നതാണ്. കള്ള് അദ്ദേഹത്തിന് ഒഴിവാക്കാൻ പറ്റുമായിരുന്നില്ല. അപ്പോൾ കള്ള് ഇസ്ലാം പതിയെ പതിയെ നിർത്തലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് വിട്ടുപോരാൻ കഴിയില്ല എന്നതുകൊണ്ട് അദ്ദേഹം ഇസ്ലാം ഉപേക്ഷിച്ച് ആ ഒരു കള്ളുകൂടി തുടരുന്നതിന് വേണ്ടി ക്രിസ്തു മതത്തിലേക്കും വീണ്ടും തിരിച്ചു പോകാൻ. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ അബ്സീനിയയിൽ ഒറ്റപ്പെടുന്നു. അവിടെ വെച്ച് അവർക്കുണ്ടായ കുട്ടിയാണ് ഹബീബ, പെൺമകളാണ്. അവർ 2 പേരും തനിച്ചാകുന്നു. തിരിച്ച് മക്കയിലേക്ക് പോകാൻ സാധ്യമല്ല. സ്വന്തം പിതാവും സഹോദരന്മാരും ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ ആ മതം ഉപേക്ഷിക്കാൻ അവരെ വല്ലാതെ നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് അവർ ഈ മതത്തിൽ തന്നെ അടിയുറച്ച് നിന്നതാണ്. പിതാവിനോടും അവരോടൊക്കെ പോരാടിക്കൊണ്ട് തൻ്റെ വിശ്വാസത്തെ സംരക്ഷിച്ച് നിന്ന ആളാണ് അവർ. അതുകൊണ്ട് മക്കയിലേക്ക് തിരിച്ചു പോകാൻ അവർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. തികച്ചും ഒറ്റപ്പെട്ടു പോയി. ഈ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിവാഹം അന്വേഷിക്കുന്നത്. പ്രവാചകൻ മക്കയിലാണ്. റസൂലുള്ള നജ്ജാശി രാജാവിനൊരു കത്തയക്കുകയാണ്. ഉമ്മു ഹബീബയെ എനിക്ക് വേണ്ടി കല്യാണം നിങ്ങൾ സംസാരിക്കണം. ഞാൻ എൻ്റെ വക്കീലായി നിങ്ങളെ നിയമിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് ചുമതല നൽകിയിരിക്കുന്നു. ഈ കത്ത് കിട്ടിയതും നജ്ജാശി, അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. കാരണം മറ്റു വലിയ സ്വഹാബിമാർ അവിടെ ഉണ്ട്. ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉണ്ട്, ഖാലിദ് ബിൻ സഈദ് റളിയല്ലാഹു അൻഹു ഉണ്ട്. അവരൊക്കെ അബ്സീനിയയിൽ ഉണ്ടായിരുന്നെങ്കിലും അബൂ സലമ റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുണ്ട്, അവരൊക്കെ ഉണ്ട്. പക്ഷേ പ്രവാചകൻ കത്തയച്ചത് നജ്ജാശിക്കായിരുന്നു. നിങ്ങൾ എൻ്റെ വക്കീലാകണം. നജ്ജാശി വളരെ സന്തോഷത്തോടു കൂടി അത് ഏറ്റെടുത്ത് തൻ്റെ ഒരു പരിചാരിക എബ്രഹത്ത് എന്ന് പേരുള്ളൊരു പെൺകുട്ടിയെ, കഅബ പൊളിക്കാമെന്ന എബ്രഹത്തല്ല, മറ്റൊരു എബ്രഹത്ത്, ഒരു പെൺകുട്ടിയെ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയോട് സംസാരിക്കാൻ വേണ്ടി പറഞ്ഞയക്കാണ്. ഭർത്താവ് നഷ്ടപ്പെട്ട് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ കള്ളുകുടിച്ച് ഉബൈദുല്ല മരണപ്പെട്ടു എന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. എന്ത് ചെയ്യണമെന്നറിയാതെ ആശങ്കപ്പെട്ടിരിക്കുന്ന സമയത്താണ് എബ്രഹത്ത് വീട്ടിൽ വന്ന് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയോട് പ്രവാചകൻ്റെ കല്യാണം ആലോചനയെക്കുറിച്ച് പറയുന്നത്. അവർക്ക് സന്തോഷം അടക്കാൻ കഴിഞ്ഞില്ല. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്നൊരു പദവിയിലേക്ക് വരികയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ഭാര്യയാവുക, വിശ്വാസികളുടെ മാതാവാവുക എന്നതൊരു ചെറിയ കാര്യമല്ല. അവരതിരറ്റ് സന്തോഷിച്ചു. അവരുടെ ആഭരണങ്ങൾ മുഴുവൻ ഊരിയെടുത്ത് ആ പെൺകുട്ടിക്ക് അവർ പാരിതോഷികമായി നൽകി. അവരുടെ സന്തോഷം കൊണ്ട് എബ്രഹത്ത് തിരിച്ച് നജ്ജാശിയുടെ അടുക്കൽ ചെന്ന് ആ സന്തോഷ വിവരം അറിയിച്ചു. അവർ വിവാഹത്തിന് സന്നദ്ധയാണ്. പ്രവാചകന്റെ കൽപ്പന പ്രകാരം അബ്സീനിയയിൽ വെച്ചുകൊണ്ട് തന്നെ ആ വിവാഹം നടക്കുകയാണ്. നജ്ജാശി തൻ്റെ കൊട്ടാരത്തിലുള്ള പാറാവുകാരോടൊക്കെ ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടു. അബ്സീനിയയിൽ വന്നെത്തിപ്പെട്ടിട്ടുള്ള മുസ്ലിങ്ങളെ മുഴുവൻ തൻ്റെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. നജ്ജാശി വക്കീലായി ഇരുന്നു കൊണ്ട് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയുടെ ഏറ്റവും അടുത്ത കുടുംബക്കാരൻ ഖാലിദ് ബിൻ സഈദ് റളിയല്ലാഹു അൻഹുവിനെ വലിയായി നിശ്ചയിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹം നടക്കുകയാണ്. അള്ളാന്റെ റസൂൽ അവിടെ ഇല്ല, റസൂൽ മക്കയിലാണുള്ളത്. 400 ദിർഹം സ്വർണ്ണ നാണയം, 400 ദീനാർ സ്വർണ്ണ നാണയം മഹറായിക്കൊണ്ടാണ് നജ്ജാശി ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹക്ക് നൽകുന്നത്. റസൂലിൻ്റെ വക്കീലാണല്ലോ. പ്രവാചകന്റെ വിവാഹങ്ങളിലെ ഏറ്റവും വലിയ
വിവാഹ സമ്മാനമാണത്. 400 സ്വർണ്ണ നാണയം അത് നൽകിക്കൊണ്ട് നജാശി ആ വിവാഹം നടത്തി കൊടുക്കുകയാണ്. വിവാഹത്തിൻ്റെ മുമ്പ് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ഈ വിവാഹം നടത്താൻ ഏൽപ്പിച്ചതിലുള്ള സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ആ സംസാരം ആരംഭിക്കുന്നത്. എന്നിട്ട് ആ വിവാഹം അവിടെ നടക്കുകയാണ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വിവാഹം. ആ വിവാഹം കഴിഞ്ഞ് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ അടുക്കലേക്ക് പോകുന്നത് 6 വർഷങ്ങൾ കഴിഞ്ഞാണ്. 6 വർഷങ്ങൾ അവർ അബിസീനിയയിൽ താമസിക്കുകയാണ്. ആ 6 വർഷം അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ അവരനുഭവിച്ചിട്ടുണ്ടായിരുന്ന ഒറ്റപ്പെടലിൻ്റെ വേദനയുടെ ഒരു വിമോചനമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് കൊടുത്ത ഒരു ആത്മവിശ്വാസവും സമാധാനവും അള്ളാഹുവിൻ്റെ തീരുമാനമായിരുന്നു അത്. അവരുടെ ആ വിവാഹം കൊണ്ടാണ് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരാനുള്ള ഒരു കാരണം എന്നൊക്കെ ചരിത്രകാരന്മാർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഖാലിദ് റളിയല്ലാഹു അൻഹു അവരുടെ ഒരു കസിനാണ്. അവർ ഇസ്ലാമിലേക്ക് വരാനുള്ള ഒരു കാരണം ഈ വിവാഹമാണ് എന്ന് പറയുന്നുണ്ട്. അബൂ സുഫിയാൻ ബദർ യുദ്ധത്തിൽ മുശ്രിക്കുകളായ മുഴുവൻ നേതാക്കളും മരണപ്പെട്ടു. അബൂജഹൽ മരണപ്പെട്ടു, ഉത്ബത്ത് മരണപ്പെട്ടു, ഷൈബത്ത് മരണപ്പെട്ടു, ഉമയ്യത്ത് ബിൻ ഖലഫ് മരണപ്പെട്ടു. ഖുറൈശികളുടെ നേതൃനിര മുഴുവനായി ഇല്ലാതെയായി. പിന്നെ അടുത്ത നേതാവായി വരുന്നത് അബൂ സുഫിയാനാണ്. അബൂ സുഫിയാൻ വലിയ ക്രൂരതകൾ അതിനുശേഷം പ്രവാചകനോടും ഇസ്ലാമിനോടും ചെയ്യാതിരുന്നതിൻ്റെ ഒരു കാരണം കൂടി ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയുടെ ഈ വിവാഹവും അവരുടെ ഇസ്ലാം സ്വീകരണവുമായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. അപ്പോൾ ആ രൂപത്തിൽ ആ വിവാഹം അവിടെ നടന്നു. നജാശി റളിയല്ലാഹു അൻഹു അതിനുശേഷം വിഭവസമൃദ്ധമായ ഒരു ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് പ്രവാചകന്റെ സുന്നത്തിൽപ്പെട്ടതാണ് വലീമത്ത് കൊടുക്കുക എന്നത്. അതുകൊണ്ട് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വരണം, എല്ലാവരെയും ഭക്ഷണത്തിന് ക്ഷണിച്ച് അദ്ദേഹം അവർക്കൊക്കെ ആവശ്യമായ ഭക്ഷണം വിളമ്പിക്കൊടുക്കുക, സ്വന്തമായി വിളമ്പിക്കൊടുക്കുക. പ്രവാചകന്റെ വക്കീലായി നിന്നുകൊണ്ട് ആ വിവാഹം നടത്തി കൊടുക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉമ്മമാരിൽ ഒരാളാണ് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ. അവരുടെ ജീവിതത്തിൽ നമുക്ക് വലിയ പാഠമുണ്ട്. ഈ ദീനിനു വേണ്ടി ത്യാഗം സഹിച്ച നിരവധി ആളുകളുടെ ചരിത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട്. വലിയ വലിയ ആളുകളെ കുറിച്ച് നമ്മൾ എണ്ണിപ്പറയാറുണ്ട്. സ്വർഗം സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട അശറുൽ മുബശ്ശിരീങ്ങളായ ആളുകളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. എന്നാൽ നമ്മുടെ ഉമ്മമാരിൽ കുറേ ആളുകളും അത്തരത്തിലുള്ള വലിയ ത്യാഗങ്ങൾ സഹിച്ച് ജീവിതത്തിൽ വേദനകളിലൂടെ കടന്നു വന്നവരാണ്. ആരുമില്ലാതെ ഒറ്റപ്പെട്ടു നിൽക്കുന്നൊരവസ്ഥയിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് നൽകിയ ഒരു അഭയം അവർ ജീവിതത്തിൽ അതിരറ്റ് സന്തോഷിച്ചു. പിന്നീട് റസൂലിൻ്റെ അടുക്കലേക്ക് അവർ പോകുന്നത് ഹുദൈബിയ സന്ധിക്ക് ശേഷമാണ്. ഹുദൈബിയ സന്ധിക്ക് ശേഷം ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ അബിസീനിയയിൽ നിന്നുള്ള ഒരു കൂട്ടം മുസ്ലിങ്ങൾ 16 ഫാമിലികൾ നേരെ മദീനയിലേക്ക് പോകുകയാണ്. 3 ഹിജറ എന്ന് നേരത്തെ പറഞ്ഞല്ലോ. ആ 3 ഹിജറ ഉണ്ടായത് ആദ്യം മക്കയിൽ നിന്ന് അബിസീനിയയിലേക്ക് വന്നു. അവർ അബിസീനിയയിലെത്തി കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ അവർ കേട്ടു മക്കയിലെ ഖുറൈശികൾ അവരൊക്കെ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, ഇസ്ലാമിനോടുള്ള അവരുടെ വെറുപ്പൊക്കെ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വിശ്വാസികളൊക്കെ തിരിച്ച് മക്കയിലേക്ക് തന്നെ പോയി. അവിടെ എത്തിയപ്പോഴേ അറിഞ്ഞത് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല, അത് ഒരു പ്രചാരണം മാത്രമായിരുന്നു. അവരൊക്കെ തിരിച്ച് കുറേ ആളുകൾ ഇങ്ങോട്ട് തന്നെ വന്നു, അബ്സീനിയയിലേക്ക് തന്നെ. അതാണ് 2ാമത്തെ ഹിജറ. പിന്നെ പ്രവാചകൻ മദീനയിലേക്ക് ഹിജറ പോകുന്നുണ്ട്. അഖബ ഉടമ്പടികളൊക്കെ ഉണ്ടായപ്പോൾ റസൂലിൻ്റെ യാത്രാ വിവരം അറിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് കുറേ ആളുകൾ മക്കയിലേക്ക് തന്നെ പോയി. അവിടെ നിന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്കും ഹിജറ പോയി. അങ്ങനെ 3 ഹിജറയിലും പങ്കെടുത്ത ചില സ്വഹാബിമാരുണ്ട്. അങ്ങനെ 3 ഹിജറയിലും പങ്കെടുത്ത ദമ്പതിമാരാണ് അബൂ സലമ റളിയല്ലാഹു അൻഹുവും ഉമ്മു സലമ റളിയല്ലാഹു അൻഹയും. ഈ 3 ഹിജറയിലും അവരുണ്ടായിരുന്നു. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ അബുസീനിയയിൽ നിന്ന് നേരെ മദീനയിലേക്കാണ് പോകുന്നത്. ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ 16 കുടുംബങ്ങൾ നേരെ ചെന്നു. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനും അവരുടെ കുടുംബത്തെ അവർ വിട്ടുപിരിഞ്ഞിട്ട് 13 വർഷക്കാലമായി. 13 വർഷക്കാലമായി സ്വന്തം കുടുംബത്തെ അവർ വിട്ടുപിരിഞ്ഞിട്ട് ആ ആളുകളെയൊക്കെ ഒന്ന് കാണാനും വേണ്ടിയാണ് ആ യാത്ര. വളരെ സന്തോഷപൂർവ്വം പ്രവാചകന്റെ അടുക്കലേക്ക് അവർ കയറി ചെല്ലുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ 3 വർഷമാണ് പിന്നെ ആ മഹദി ജീവിക്കുന്നത്. പ്രവാചകനിൽ നിന്ന് നമുക്ക് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത് ലഭിച്ചിട്ടുള്ള പ്രവാചക പത്നിമാരിൽ
ഏറ്റവും കൂടുതൽ ഹദീസുകൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നാണ്. പിന്നെ ലഭിച്ചത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയിൽ നിന്നാണ്. പിന്നെ നമുക്ക് ലഭിക്കുന്നത് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയിൽ നിന്നാണ്. അങ്ങനെ ധാരാളം ഹദീസുകൾ നമുക്ക് വേണ്ടി പറഞ്ഞു തന്ന ഒരു സ്വഹാബി വനിത കൂടിയാണ് അവർ. അതാണ് അവരുടെ പ്രത്യേകത. ഈ ദീനിനോട് വലിയ സ്നേഹവും പ്രതിപത്തിയും അവർ വെച്ച് പുലർത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് ഹുദൈബിയ സന്ധി ലംഘിക്കപ്പെട്ടപ്പോൾ അബൂ സുഫിയാൻ പ്രവാചകന്റെ തിരിച്ചടിയിൽ ഭയന്ന് ഓരോ ആളുകളെയും ചെന്ന് കണ്ട് സംസാരിക്കാൻ തുടങ്ങി. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ വന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, ഒന്ന് മുഹമ്മദിനോട് സംസാരിക്കണം, ഈ പ്രശ്നം ഒന്ന് രഞ്ജിപ്പാക്കണം. അങ്ങനെ ഓരോരുത്തരെ ചെന്നും അദ്ദേഹം കാണാണ്. ആരും മുഖം കൊടുക്കുന്നില്ല. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ ചെന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞാൽ സ്വീകരിക്കുമെന്നാണ് അബൂ സുഫിയാൻ കരുതിയത്. പക്ഷെ ഫാത്തിമ റളിയല്ലാഹു അൻഹയും മുഖം കൊടുത്തില്ല, സംസാരിക്കാൻ നിന്നില്ല. അവസാനം അബൂ സുഫിയാൻ തൻ്റെ മകൾ ഉമ്മു ഹബീബയെ കാണാൻ തീരുമാനിച്ചു. അബൂ സുഫിയാൻ അപ്പോൾ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് കയറി വരികയാണ്. ആ സമയത്ത് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ തൻ്റെ കട്ടിലിൽ ഇരിക്കുകയാണ്. അപ്പോഴാണ് അബൂ സുഫിയാൻ വരുന്നത്. അബൂ സുഫിയാനെ കണ്ടതും അവർ ചാടി എഴുന്നേറ്റ് കട്ടിലിൻ്റെ മേലെയുള്ള വിരിപ്പ് മടക്കി എടുത്തു വെച്ചു. അത് കണ്ടപ്പോൾ അബൂ സുഫിയാൻ ചോദിച്ചു, എന്താ മകളെ നീ അങ്ങനെ ചെയ്തത്? അവർ പറഞ്ഞു, ഇത് അള്ളാഹുവിൻ്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്ന വിരിപ്പാണ്, അവിടെ നിങ്ങൾ ഇരിക്കാൻ പറ്റൂല. അള്ളാഹിൻ്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുകയും കിടക്കുകയും ചെയ്യുന്ന വിരിപ്പിൽ അള്ളാഹുവിൻ്റെ ശത്രുവായ അബൂ സുഫിയാൻ ഇരിക്കാൻ പാടില്ല, അതുകൊണ്ടാണ് ഞാൻ അത് മടക്കി വെച്ചത് എന്നവർ പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, എന്തിനാ നിങ്ങൾ വന്നത്? അബൂ സുഫിയാൻ പറഞ്ഞു, മകളെ, ഞാൻ പല വാതിലിലും ചെന്ന് കൊട്ടി, നീ പ്രവാചകന്റെ അടുക്കൽ ചെന്ന് ശുപാർശ ചെയ്യണം, സന്ധി ലംഘിക്കപ്പെട്ടിരിക്കുന്നു, ഏതു നേരവും മക്കൾക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാകും, അത് ഒഴിവാക്കി തരണം. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞാൻ സംസാരിക്കൂല, ഞാൻ പറയൂല അത്. അവർ അബൂ സുഫിയാനോട് മുഖം തിരിഞ്ഞു നിന്നു. അബൂ സുഫിയാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകാണ്. അപ്പോൾ അള്ളാഹുവിനോടും അവൻ്റെ ദീനിനോടും വളരെ കൃത്യമായി താല്പര്യമുള്ള ഒരാളായിരുന്നു അവർ. എന്നാലോ അവർക്ക് തൻ്റെ പിതാവും സഹോദരന്മാരും ഇസ്ലാം സ്വീകരിക്കണം എന്ന അതിയായ താല്പര്യം ഉണ്ടായിരുന്നു. മക്ക വിജയത്തിനാണ് ഈ മൂന്നാളുകളും ഇസ്ലാം സ്വീകരിക്കുന്നത്. അബൂ സുഫിയാൻ ഇസ്ലാം സ്വീകരിക്കുന്നത് നമുക്കറിയാം. പ്രവാചകൻ മക്കയിലേക്ക് പ്രവേശിച്ചപ്പോൾ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു പ്രവാചകനോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, അബൂ സുഫിയാൻ അദ്ദേഹം അംഗീകാരം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, അദ്ദേഹത്തെ നിങ്ങളൊന്ന് അംഗീകരിക്കണം, പരിഗണിക്കണം എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയൊക്കെ വൃത്തിയാക്കി, കഅബയുടെ ഉള്ളിലെ വിഗ്രഹങ്ങളൊക്കെ എടുത്തെറിഞ്ഞ് കഅബയുടെ വാതിലടച്ച് വഖുൽ ജാഅൽ ഹഖ് വസഹഖൽ ബാത്തിൽ ഇന്നൽ ബാത്തില കാന സഹൂക വിശുദ്ധ ഖുർആനിലെ ആയത്തൊക്കെ ഉച്ചരിച്ചു കഴിഞ്ഞപ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ ഭയചകിതരായി നിൽക്കുകയാണ്. പ്രവാചകൻ ഇനി എന്താണ് പറയാ? മരണം പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊതുമാപ്പ് പ്രഖ്യാപിച്ചു. ഹാദാ യൗമുൽ മർഹമ അൻതുമുത് തുലഖാ അൽ അഫു ഇൻദൽ മഖ്ദിറ. ഇന്ന് കാരുണ്യത്തിൻ്റെ ദിവസമാണ്, നിങ്ങളൊക്കെ സ്വതന്ത്രനാണ്, നമുക്ക് പ്രതികാരം ചെയ്യാൻ കഴിയുമ്പോഴാണ് വിട്ടുവീഴ്ച ചെയ്യേണ്ടത്. വലിയ ഒരു സന്ദേശം പ്രവാചകൻ അവിടെ പഠിപ്പിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമൻ ദഖല ദാറ അബീ സുഫിയാൻ വഹുവ ആമിനുൻ. ആര് അബൂ സുഫിയാന്റെ വീട്ടിൽ പ്രവേശിക്കുന്നുവോ അയാൾ ഇന്ന് നിർഭയനാണ്. ആര് സ്വന്തം വീട്ടിൽ പ്രവേശിക്കുന്നുവോ അയാളും ഇന്ന് നിർഭയനാണ്. ആര് അള്ളാഹുവിൻ്റെ ഭവനമായ കഅബയിൽ പ്രവേശിക്കുന്നുവോ അവരും ഇന്ന് നിർഭയരാണ്. പ്രവാചകൻ അബൂ സുഫിയാനെ പ്രത്യേകമായി ഒന്ന് പരിഗണിച്ചു. ആ സമയത്താണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത്, വിശ്വാസം പ്രഖ്യാപിച്ചു വന്നു. അപ്പോഴാണ് ഹിന്ദ് ഇസ്ലാം സ്വീകരിക്കുന്നത്. പ്രവാചകന്റെ അടുക്കലേക്ക് കടന്നു വന്നു തൻ്റെ കരങ്ങൾ നീട്ടി ഷഹാദത്ത് കലിമ ഉച്ചരിക്കുന്നതിന് വേണ്ടി പ്രവാചകൻ മുഖം തിരിച്ചു കളഞ്ഞു. പ്രവാചകന്റെ മനസ്സിലേക്ക് കയറി വന്നത് ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ മയ്യത്തായിരുന്നു. വികൃതമാക്കിയ മയ്യത്ത്, ചെവികൾ മുറിച്ച്, മൂക്കറുത്ത്, നാവ് പിഴുതെടുത്ത്, വിരലുകൾ മുറിച്ചെടുത്ത്, നെഞ്ച് കുത്തിപ്പിളർന്ന് അത് തുറന്ന് കരൾ ചവച്ചരച്ച് തുപ്പിയ ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ മയ്യത്താണ് പ്രവാചകന്റെ കണ്ണിലേക്ക് വന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം തിരിച്ചു. ഹിന്ദിനെ കണ്ടപ്പോൾ അവർ കൈകൾ നീട്ടി ഇസ്ലാം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി അവരുടെ കൈകൾ നോക്കിയപ്പോൾ അശുദ്ധമായ കരങ്ങൾ, നഖങ്ങൾക്കിടയിൽ മുഴുവൻ അഴുക്കുകൾ നിറഞ്ഞു നിൽക്കുന്നു. പ്രവാചകൻ പറഞ്ഞു, ഇസ്ലാം അത് വൃത്തിയുടെ മതമാണ്, നിങ്ങൾ നിഖം വെട്ടി വൃത്തിയായി വരൂ,
എന്നിട്ട് ഈ മതം സ്വീകരിക്കാം. അവർ മടങ്ങിപ്പോയി, വൃത്തിയായി തിരിച്ചു വന്നിട്ടാണ് പിന്നെ ഇസ്ലാം സ്വീകരിക്കുന്നത്. യസീദ് ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചു. യസീദ് ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് സിറിയയുടെ ഗവർണറായിരുന്നു. വലിയ സേവനങ്ങൾ ചെയ്ത് രക്തസാക്ഷിത്വം വഹിച്ചൊരു മനുഷ്യനാണ് യസീദ് ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹു. മുആവിയ ഇബ്ൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചു. ഇസ്ലാമിന്റെ വഹി എഴുത്തുകാരിൽ പ്രധാനിയായ ഒരാളായി മാറി മുആവിയ റളിയല്ലാഹു അൻഹു. പ്രവാചകന്റെ സെക്രട്ടറിമാരിൽ ഒരാളായി മാറി. പിന്നീട് ഇസ്ലാമിന്റെ ഭരണകർത്താവായി മാറി. ചരിത്രം അതാണ്. ആ കുടുംബം മുഴുവൻ ഇസ്ലാമിലേക്ക് വരുന്നു. സന്തോഷം കൊണ്ട് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ സുജൂദിൽ വീഴുകയാണ്. സന്തോഷം അവർക്ക് അടക്കാൻ കഴിയുന്നില്ല. അവരുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു. ഈ മഹദി ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്ന് പറയുന്നുണ്ട്, പ്രവാചകരെ, എനിക്കൊരു സഹോദരിയുണ്ട്, നിങ്ങൾക്കറിയാലോ, ഗസ്സ ബിൻത്ത് അബി സുഫിയാൻ, അബൂ സുഫിയാന്റെ മറ്റൊരു മകളാ, അവരെ കൂടി നിങ്ങൾ കല്യാണം കഴിക്കോ എന്ന് ചോദിച്ചു. അള്ളാഹുവിൻ്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹത്തെ ആക്ഷേപിക്കുന്ന പരിഹസിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു ചരിത്രം കൂടിയാണത്. തോന്നുന്നവരെയൊക്കെ ഇഷ്ടമുള്ളവരെയൊക്കെ വിവാഹം കഴിക്കുക എന്നതായിരുന്നില്ല റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം വ്യത്യസ്തമായ നിയമങ്ങൾ ആളുകളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി, ചില ഗോത്രങ്ങളെ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടി, ചിലരുടെ പകയുടെയും വിദ്വേഷത്തിൻ്റെയും അളവ് കുറയ്ക്കുന്നതിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചത്. അല്ലാതെ ഒരു സ്ത്രീ തൽപരനായിരുന്നില്ല അദ്ദേഹം. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ തൻ്റെ പ്രിയതമനോട് പറയുകയാണ്, നിങ്ങൾ എൻ്റെ സഹോദരിയെ കൂടി വിവാഹം കഴിക്കണം. പ്രവാചകൻ പറഞ്ഞു, എനിക്കത് പറ്റൂല, അങ്ങനെ എനിക്കിഷ്ടമുള്ള ആളുകൾ എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റൂല, എനിക്കത് ഹറാമാണ്. കാരണം അള്ളാഹു എനിക്ക് ഓരോ വിവാഹവും നിശ്ചയിച്ചു തന്നത് ഓരോ കാരണങ്ങൾക്ക് മേലെയാണ്. അതുകൊണ്ട് ആ വിവാഹം എനിക്ക് പാടില്ല എന്ന് പ്രവാചകൻ അവരെ തിരുത്തുകയാണ്. അപ്പൊ അവർ വീണ്ടും ചോദിച്ചു, എന്നാ അള്ളാഹുവിന്റെ പ്രവാചകരെ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹയ്ക്ക് ഒരു മകളുണ്ട്, അബൂ സലമ റളിയല്ലാഹു അൻഹുവിനുണ്ടായ ഒരു മകൾ ദുർറ ബിൻത്ത് അബി സലമ, അവരെ നിങ്ങൾക്ക് വിവാഹം കഴിച്ചൂടെ എന്ന് ചോദിച്ചു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരെൻ്റെ മകളാണ്, ഞാൻ വിവാഹം ചെയ്തതാണ് ഉമ്മു സലമയെ. അബൂ സലമ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ ജീവിതത്തിൽ ഇതേപോലെ ഒറ്റപ്പെട്ടൊരവസ്ഥയിൽ അവരെ പ്രവാചകൻ ഏറ്റെടുത്തതായിരുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, 3 ഹിജറ പോയ ഫാമിലിയാണവർ. ഒരേ ഒരു ദമ്പതിമാരെ അങ്ങനെയുള്ളൂ, 3 ഹിജറ പോയവർ. ആ 3ാമത്തെ ഹിജറ കഴിഞ്ഞ് മദീനയിലെത്തി. ആ 3ാമത്തെ ഹിജറ പോകുന്നത് തന്നെ വലിയ വേദനാജനകമായ ഒരു യാത്രയാണ്. ഉമ്മു സലമയുടെയും അബൂ സലമയുടെയും. അവർ യാത്ര പുറപ്പെടുമ്പോൾ ബനു മക്സൂം ഗോത്രക്കാർ വന്ന് അവരെ പിടിച്ചു വെക്കും. അബൂ സലമക്ക് മാത്രം യാത്രക്ക് അനുമതി കൊടുത്തു. ഉമ്മു സലമയെ അവർ തടഞ്ഞു വെച്ചു. പിന്നീട് ഒരു വർഷം കഴിഞ്ഞാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ മദീനയിലേക്ക് പോകുന്നത്. ആ ഒരു വർഷം തൻ്റെ പിതാവിലേക്ക് തൻ്റെ ഭർത്താവിനെ വിട്ടുപിരിഞ്ഞ്, ഭർത്താവിനെ മാത്രമല്ല അവരുടെ മകനായിരുന്നു സലമ റളിയല്ലാഹു അൻഹു, ആ കുട്ടിയും അവർക്ക് അബ്സീനിയയിലാണ് ഉണ്ടാകുന്നത്. ഉമ്മു ഹബീബക്ക് ഹബീബ അബ്സീനിയയിൽ ഉണ്ടാകുന്നത് പോലെ ഉമ്മു സലമക്ക് സലമ അബ്സീനിയയിലാണ് ഉണ്ടാകുന്നത്. ഈ 2 കുട്ടികളും അബ്സീനിയക്കാരാണ്, ജനിച്ചത് അവിടെയാണ്. ആ മകനെയും വേർപ്പെടുത്തി, തൻ്റെ ഭർത്താവിനെയും മകനെയും കുടുംബം അകറ്റി നിർത്തി. ഒരു വർഷക്കാലം കഅബയുടെ അടുക്കൽ വന്ന് അവർ കരയുകയായിരുന്നു അള്ളാഹുവിനോട്, തൻ്റെ ഭർത്താവിനെയും മകനെയും തിരിച്ചു കിട്ടാൻ. അവസാനമായ യാത്ര ഒരുങ്ങി വന്ന് അവർ യാത്ര പോയി മദീനയിലെത്തി. ഒരു 3 വർഷം അവർ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്നു. ആ 3 വർഷത്തിൽ അവർക്ക് 3 കുട്ടികൾ ഉണ്ടാകുന്നുണ്ട്. ദുർറ, ഉമർ, സൈനബ, 3 കുട്ടികൾ. ആ 3 കുട്ടികൾ ജനിച്ച് കുറച്ച് കഴിഞ്ഞ് ഉഹദ് യുദ്ധം കഴിഞ്ഞാണ് അബൂ സലമ റളിയല്ലാഹു അൻഹു മരിക്കുന്നത്. ഉഹദ് യുദ്ധത്തിൽ അദ്ദേഹത്തിന് പരിക്ക് പറ്റാണ്. ആ പരിക്ക് പറ്റിയത് പിന്നീട് തുന്നിക്കെട്ടി. ആ തുന്നിക്കെട്ടിയത് ഇൻഫെക്ഷനായി, അത് തുറന്ന് വീണ്ടും പഴുപ്പെടുത്ത് പുറത്ത് ഒഴിവാക്കേണ്ടി വന്നു. എന്നിട്ട് വീണ്ടും തുന്നിക്കെട്ടി. ആ രോഗം മൂർച്ഛിച്ചിട്ടാണ് അബൂ സലമ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. പ്രവാചകന്റെ ഒരു കസിനാണ് അദ്ദേഹം, അബൂ സലമ റളിയല്ലാഹു അൻഹു. ആ അബൂ സലമ റളിയല്ലാഹു അൻഹു മരിച്ചപ്പോൾ സാധാരണ മയ്യത്ത് നമസ്കാരങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 4 തക്ബീറുകളാണ് മയ്യത്ത് നമസ്കാരത്തിലുള്ളത്. എല്ലാവരുടെയും മയ്യത്ത് നമസ്കാരത്തിന് അങ്ങനെ തന്നെയാണുള്ളത്. എന്നാൽ 11ാമനായി ഇസ്ലാം സ്വീകരിക്കുകയും 3 ഹിജറ നടത്തുകയും പ്രവാചകനോടൊപ്പം ബദറിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്ത അബൂ സലമ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ
തൻ്റെ ആ വളണ്ടിയർക്ക് അവസാനമായി പ്രവാചകൻ ഗാർഡ് ഓഫ് ഓണർ കൊടുത്തത് 11 റക്അത്തുകൾ മയ്യത്ത് നമസ്കാരത്തിൽ തക്ബീർ ചൊല്ലിക്കൊണ്ടാണ്. റക്അത്തുകളല്ല, 11 തക്ബീറുകൾ. പ്രവാചകൻ അപൂർവമായി അങ്ങനെ മയ്യത്ത് നിസ്കരിച്ചിട്ടുണ്ട്. പ്രത്യേകമായ ഒരു പരിഗണനയാണ് പ്രവാചകൻ അവിടെ നൽകിയത്. 11 തക്ബീറുകൾ. ആ തക്ബീറുകൾക്കിടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പ്രാർത്ഥിച്ചത് എന്ന് അദ്ദേഹം നമ്മോട് പറഞ്ഞു തന്നിട്ടില്ല. പക്ഷെ അദ്ദേഹം അബൂ സലമ റളിയല്ലാഹു അൻഹുവിൻ്റെ രക്തസാക്ഷിത്വത്തെ അങ്ങനെയാണ് അതിന് അദ്ദേഹം പരിഗണന കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ അബൂ സലമ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെയും മകളെ നിങ്ങൾ കല്യാണം കഴിച്ചോളി എന്നാണ് ഉമ്മു ഹബീബ വീണ്ടും പറയുന്നത്. അപ്പോൾ റസൂൽ പറഞ്ഞു, അവരെൻ്റെ വളർത്തു മകളാണ്, എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല. പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം വളരെ മോശമായ പ്രചാരണങ്ങൾ അഴിച്ചുവിടുന്നവർക്ക് വലിയ ഒരു പാഠം ഇതിലുണ്ട്. തോന്നിയ പോലെ വിവാഹം കഴിക്കണം, സ്ത്രീകളെ ജീവിതത്തിലേക്ക് സ്വീകരിക്കണം എന്ന് കരുതിയിരുന്ന ഒരാളായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്കിൽ സ്വന്തം ഭാര്യയാണ് അദ്ദേഹത്തോട് പറയുന്നത്, എൻ്റെ അനുജത്തി ഞങ്ങൾ കെട്ടിക്കോളൂ. അവർ തയ്യാറാണ്. പക്ഷെ അള്ളാഹുവിൻ്റെ റസൂൽ അതിന് തയ്യാറല്ല. കാരണം അദ്ദേഹത്തിൻ്റെ വിവാഹമെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിശ്ചയപ്രകാരം ചില നിയമങ്ങൾ ദീനിൽ പഠിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമുള്ളതാണ്. അതിനുവേണ്ടി മാത്രമേ അദ്ദേഹം വിവാഹം ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ പ്രവാചകന്റെ ഭാര്യമാരിൽ ഉൾപ്പെടാൻ ഭാഗ്യം സിദ്ധിച്ച വളരെ ഭാഗ്യവതിയായ സൗഭാഗ്യവതിയായ ഒരു സ്ത്രീയാണ് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ. തൻ്റെ പിതാവും തൻ്റെ കുടുംബവും എല്ലാവരും ഇസ്ലാമിൻ്റെ മറുപക്ഷത്ത് നിന്നപ്പോഴും ഈ ദീനിനോടൊപ്പം നിലകൊള്ളുകയും തൻ്റെ പ്രിയതമൻ മതം വിട്ട് വഴിമാറിപ്പോയപ്പോൾ ആ മതത്തിലേക്ക് പോകാതെ താൻ മനസ്സിലാക്കിയ സത്യത്തോടൊപ്പം അടിയുറച്ചു നിൽക്കുകയും അവരുടെ ആ ത്യാഗത്തിന് പ്രതിഫലമായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകനെ വരനായിക്കൊണ്ട് ആകാശലോകത്ത് നിന്ന് അള്ളാഹു നിശ്ചയിച്ച് പറഞ്ഞയച്ചു കൊടുക്കുകയും ചെയ്ത വളരെ സൗഭാഗ്യവതിയായ ഒരു സ്ത്രീ നമ്മുടെ ഉമ്മ. അള്ളാഹു അവരോടൊപ്പം സ്വർഗത്തിൽ നമ്മയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ഈ സച്ചരിതരായ മുൻഗാമികളിൽ നിന്ന് നിരവധി പാഠങ്ങൾ ഇത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പകർത്താനുണ്ട്. അവരുടെ ജീവിതം അത്തരത്തിൽ വായിക്കുകയും പഠിക്കുകയും അതിൽ നിന്നുള്ള നല്ല കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള താല്പര്യം നമ്മുടെ മരണം വരെ നാം കാത്തു സൂക്ഷിക്കുകയും ചെയ്യുക. അത്തരക്കാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ ഒത്തുചേരൽ അള്ളാഹു ഒരു സൽക്കർമ്മമായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും അറിയാനും മനസ്സിലാക്കാനും അതിന് താല്പര്യമുള്ളവരായി മാറാനും അവരിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് ഈ അടുത്ത കാലത്ത് മരിച്ചുപോയ നിരവധി ആളുകളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ജില്ലയിലെ MSMൻ്റെ പ്രവർത്തകൻ, ബേപ്പൂർ മണ്ഡലം MSMൻ്റെ വൈസ് പ്രസിഡന്റായ ഹാഫിസ് താജുദ്ദീൻ പ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിന്ന ഒരു സഹപ്രവർത്തകനാണ്. കഴിഞ്ഞ ദിവസം ബൈക്ക് അപകടത്തിൽ അദ്ദേഹം മരണപ്പെട്ടു. അള്ളാഹു അദ്ദേഹത്തിൻ്റെ പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കുമാറാകട്ടെ. നാഥാ, ഞങ്ങളിൽ നിന്ന് മരിച്ച് മൺമറഞ്ഞു പോയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും നീ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യണമേ. പടച്ചവനെ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന മുഴുവൻ ആളുകൾക്കും നിന്റെ മഹത്തായ ശിഫ നൽകി അവരെ രോഗത്തിൽ നിന്ന് ആശ്വാസം പകരണമേ. പടച്ചവനെ, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന എല്ലാവരുടെയും പ്രയാസങ്ങളെ നീ നീക്കി കൊടുക്കണമേ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.